ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബീയിങ് ആൻഡ് ഹാവിങ്. ബീയിങ് ആൻഡ് ഹാവിങ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ്. ബീയിങ്ങിനെ പറ്റിയും ഹാവിങ്ങിനെ പറ്റിയും വേറെ ലെസൺസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബീയിങ് ആൻഡ് ഹാവിങ് ഒരു ജെറണ്ട് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണ് അവ തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വേർബിൻ്റെ ING ഫോം ആണ്. ഈ ING ഫോം നമുക്ക് ഒരു നൗൺ ആയിട്ട് ഉപയോഗിക്കാം. ഒരു വേർബിൻ്റെ ബേസ് ഫോമിനോടുകൂടി ING ചേർത്ത് അത് ഒരു നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ആണ് അതിനെ ജെറണ്ട് എന്ന് പറയുന്നത്. വെർബൽ നൗൺ, വെർബിൽ നിന്ന് ഉണ്ടാകുന്ന നൗൺ. ഹാവ് എന്ന വേർബിനോടുകൂടി ING ചേർത്ത് ഹാവിങ് ഉണ്ടാക്കാം. അതുപോലെ ബി എന്നതിനോടുകൂടി ING ചേർത്ത് ബീയിങ് ഉണ്ടാക്കാം. ഇത് നമുക്ക് ഒരു ജെറണ്ട് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ബീയിങ് ജെറണ്ടായിട്ട് ഉപയോഗിക്കാം, ഹാവിങ്ങും ജെറണ്ടായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇത് രണ്ടും ഉപയോഗിക്കുമ്പോൾ മീനിങ്ങിൽ വ്യത്യാസം വരുന്നു. അത് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒരു ജെറണ്ട് ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു നൗൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നൗൺ ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നൗണിൻ്റെ ഫങ്ഷൻസ് എല്ലാം ജെറണ്ടിനും ചെയ്യാൻ പറ്റും. നൗണിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആകാം, ഒരു സെൻറ്റൻസിലെ ഓബ്ജക്റ്റ് ആവാം, ഒരു പ്രപ്പോസിഷൻ്റെ ഓബ്ജക്റ്റ് ആകാം, ഒരു സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആവാം. അങ്ങനെ പല ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഒരു വേർബൽ നൗൺ അല്ലെങ്കിൽ ഒരു ജെറണ്ടിനും ചെയ്യാൻ സാധിക്കും. ബീയിങ് ആൻഡ് ഹാവിങ് എന്ന ജെറണ്ട്സിനും അത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റഡി, പഠിക്കുക. സ്റ്റഡി എന്ന വേർബിനോട് കൂടി ഒരു ING ചേർത്താൽ നമുക്ക് സ്റ്റഡിയിങ് എന്ന് കിട്ടും. അത് നമുക്കൊരു ജെറണ്ടായി ഉപയോഗിക്കാം. ഇത് ഐ ലൈക്ക് സ്റ്റഡിയിങ് എന്ന് പറഞ്ഞാൽ സ്റ്റഡിയിങ് എന്നത് ഞാൻ പഠിക്കൽ ഇഷ്ടപ്പെടുന്നു, ഐ ലൈക്ക് സ്റ്റഡിയിങ്. അവിടെ ഒരു ഓബ്ജക്റ്റ് ആയിട്ടാണ് അത് ഉപയോഗിച്ചത്. സ്റ്റഡിയിങ് റിക്വയേഴ്സ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ഒന്നാണ് സ്റ്റഡിയിങ്, പഠിക്കൽ എന്ന ഒരു കാര്യം, പഠിക്കൽ എന്ന ഒരു ആക്ടിവിറ്റി. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ ഓബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചു, രണ്ടാമത്തെ സെൻറ്റൻസിൽ അത് സബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചു. ഇതുപോലെ സബ്ജക്റ്റായിട്ടും ഓബ്ജക്റ്റായിട്ടും ഒക്കെ നമുക്ക് ഹാവിങ്ങിനെയും ബീയിങ്ങിനെയും ഉപയോഗിക്കാം. ആദ്യം നമുക്ക് ബീയിങ് നോക്കാം. ബീയിങ്ങിനോടുകൂടി നമുക്ക് ഒരു അഡ്ജക്റ്റീവ് ചേർക്കാം, ഒരു നൗൺ ചേർക്കാം. ഒരു എക്സാമ്പിൾ, ബീയിങ് കൈൻഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കൈൻഡ് ആവുക എന്ന ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. ദയുള്ള ആളായിരിക്കുക എന്നൊരവസ്ഥ. ബീയിങ് കൈൻഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെ ബീയിങ് കൈൻഡ് എന്നത് കൈൻഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥ, ഒരു കണ്ടീഷൻ ആണ് പറയുന്നത്. അപ്പോൾ ബീയിങ് കൈൻഡ് എന്നത് ബീയിങ് അവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ സെൻറ്റൻസിൽ. ബീയിങ് എ ലീഡർ ഈസ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ബീയിങ് എ ലീഡർ, ഒരു ലീഡർ ആയിരിക്കുക എന്ന ആ ഒരു അവസ്ഥ, അത് വലിയ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ബീയിങ് കൈൻഡ് ആദ്യം ഉപയോഗിച്ചു, ഇവിടെ ബീയിങ് എ ലീഡർ എന്നതാണ്. അപ്പോൾ ലീഡർ ആയിരിക്കുന്ന അവസ്ഥ എന്നതാണ് അവിടെ മീനിങ്. അവിടെ ഒരു നൗണാണത്, ആ ഒരു കണ്ടീഷൻ. ബീയിങ് ആംഗ്രി ഡസൻറ്റ് ഹെൽപ്പ് എനിത്തിങ്. ബീയിങ് ആംഗ്രി, ദേഷ്യപ്പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ, ദേഷ്യമായിരിക്കുന്ന ആ ഒരു അവസ്ഥ, അത് ഒന്നിനും സഹായിക്കാൻ പോകുന്നില്ല, ഒന്നിനെയും സഹായിക്കില്ല. ബീയിങ് ആംഗ്രി, അപ്പോൾ ആ ബീയിങ് ആംഗ്രി എന്ന ഒരു അവസ്ഥ, ആ ഒരു കണ്ടീഷനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ജെറണ്ടിൻ്റെ ഒരു ഉപയോഗമാണ്. ആ ഒരു കണ്ടീഷൻ നൗൺ ആയിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ ലൈക്സ് ബീയിങ് എലോൺ. ഒറ്റയ്ക്ക് ഇരിക്കുക എന്നത് അവൾ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഷീ ലൈക്സ് ബീയിങ് എലോൺ. ബീയിങ് എലോൺ, ആ ഒരവസ്ഥ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ അവസ്ഥ അവൾ ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ഡ് ബീയിങ് എ പാർട്ട് ഓഫ് ദിസ് ഒക്കേഷൻ. ഐ ലൈക്ഡ് ബീയിങ് എ പാർട്ട് ഓഫ് ദിസ് ഒക്കേഷൻ. ഈ ഒരു ഒക്കേഷൻ്റെ ഭാഗമാകുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു കണ്ടീഷൻ, ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇഷ്ടപ്പെട്ടു. ജെറണ്ടായിട്ടാണ് അവിടെയും അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ മീനിങ് ആ ഒരു കണ്ടീഷൻ, ആ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെയാണ്. നോട്ട് ബീയിങ് കംഫർട്ടബിൾ മേക്സ് ദ ട്രിപ്പ് ബോറിങ്.
നോട്ട് ബീയിങ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഒരു കംഫർട്ടബിൾ അല്ലാത്ത ഒരവസ്ഥ, അത് ഒരു ട്രിപ്പിനെ ബോറിംഗ് ആക്കി മാറ്റുന്നു അല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ നോട്ട് ബീയിങ് കംഫർട്ടബിൾ, നോക്കൂ, ബീയിങ്ങിന് മുമ്പ് ഒരു നോട്ട് ആഡ് ചെയ്തു. ഇത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നോട്ട് ആ സെൻറ്റൻസിൽ ആഡ് ചെയ്താൽ മതി. ബീയിങ്ങിന് മുൻപ് നോട്ട് ആഡ് ചെയ്തു, അപ്പോൾ അതൊരു നെഗറ്റീവ് സെൻറ്റൻസായി മാറി. നോട്ട് ബീയിങ് കംഫർട്ടബിൾ മേക്സ് ദ ട്രിപ്പ് ബോറിംഗ്. ഇപ്പോൾ ബീയിങ്ങിൻ്റെ ഉപയോഗം, ബീയിങ് ജെറൻഡായി ഉപയോഗിച്ചപ്പോൾ എങ്ങനെയാണ്, അത് ഒരു ആ കണ്ടീഷനെയാണ് പറയുന്നത്. ദയുള്ള ആളായിരിക്കുന്ന ആ ഒരവസ്ഥ, ദേഷ്യപ്പെട്ടിരിക്കുന്ന ആ ഒരവസ്ഥ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഒരവസ്ഥ, ലീഡറായിരിക്കുന്ന ആ ഒരവസ്ഥ, ഇങ്ങനെ ആ കണ്ടീഷനെയാണ് പറയുന്നത്. ഇനി നമുക്ക് ഹാവിങ് നോക്കാം. എന്താണ് ഹാവിങ് ഒരു ജെറൻഡായി ഉപയോഗിക്കുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത് എന്നറിയണ്ടേ. ഹാവിങ് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് എക്സ്പ്രസ്സസ് ദ ഐഡിയ ദാറ്റ് യു പൊസസ് സംതിങ്. അവിടെ ഒരു കാര്യം നമ്മൾ പൊസസ് ചെയ്യുന്നു, നമ്മൾ ഓൺ ചെയ്യുന്നു, നമ്മൾ സ്വന്തമായി നമുക്ക് ഒരു കാര്യം ഉണ്ടാകുന്ന അവസ്ഥ, സ്വന്തമായി ഒരു വലിയ വീടുണ്ടാവുക എന്ന ഒരവസ്ഥ, സ്വന്തമായി ഒരു കാർ ഉണ്ടാവുക എന്ന ഒരവസ്ഥ, സ്വന്തമായി കുറേ ഫ്രണ്ട്സ് ഉണ്ടാവുക എന്ന ഒരവസ്ഥ. അപ്പോൾ ദയുള്ള ആളായിരിക്കുക എന്ന് പറയുന്നത് പോലെയല്ല പൈസ കയ്യിൽ കുറേ സ്വന്തമായി ഉണ്ടാവുക എന്നൊരവസ്ഥ. ഇത് രണ്ടും ഡിഫറൻ്റാണ്. ഒന്ന് അങ്ങനെ ആയിരിക്കുക എന്ന അവസ്ഥ, ബീയിങ്. അതേസമയം ഹാവിങ് എന്നത് നമ്മളൊരു കാര്യം ഓൺ ചെയ്യുക, നമ്മളൊരു കാര്യം പൊസസ് ചെയ്യുക എന്ന അവസ്ഥയാണ്. അത് എക്സാമ്പിൾ വരുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. ഹിസ് ഡ്രീം ഈസ് ഹാവിങ് എ ബിഗ് ഹൗസ്. ഡ്രീം എന്താണ്? ഹാവിങ് എ ബിഗ് ഹൗസ്, സ്വന്തമായി വലിയ ഒരു വീടുണ്ടാവുക എന്നതാണ് അവൻ്റെ സ്വപ്നം. ഹിസ് ഡ്രീം ഈസ് ഹാവിങ് എ ബിഗ് ഹൗസ്, സ്വന്തമായി വലിയ ഒരു വീടുണ്ടാവുക എന്ന ഒരവസ്ഥ. മെനി പീപ്പിൾ ഡ്രീം എബൌട്ട് ഹാവിങ് എ ബിഗ് ഹൗസ്. ഒരുപാട് ആളുകൾ സ്വപ്നം കാണുന്നു. എന്ത്? ഹാവിങ് എ ബിഗ് ഹൗസ്, വലിയ ഒരു വീട് സ്വന്തമായി ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ. ഹീ ഹേറ്റ്സ് ഹാവിങ് ടു മച്ച് വർക്ക്. ഹീ ഹേറ്റ്സ്, എന്താണ് അവൻ വെറുക്കുന്നത്? ഹാവിങ് ടു മച്ച് വർക്ക്, ഒരുപാട് വർക്ക് ഉള്ളത്, സ്വന്തമായിട്ടുള്ളത് മീൻസ് സ്വന്തമായിട്ട് ഒരുപാട് വർക്ക് ചെയ്യാനുള്ളത് എന്നാണ് അർത്ഥം. അവൻ ഇഷ്ടപ്പെടുന്നില്ല, അവൻ ഹേറ്റ് ചെയ്യുന്നു, അവൻ വെറുക്കുന്നു. ഹാവിങ് ടു മച്ച് വർക്ക്. ഷീ ലൈക്സ് ഹാവിങ് എ ന്യൂ കാർ. അവൾ ഒരു പുതിയ കാർ ഉണ്ടായിരിക്കുക എന്നൊരവസ്ഥ, സ്വന്തമായി ഒരു കാർ ഉണ്ടാവുക എന്ന അവസ്ഥ അവൾ ഇഷ്ടപ്പെടുന്നു. നോട്ട് ഹാവിങ് ഹെൽപ്പേഴ്സ് വുഡ് ബി ഡിഫിക്കൽട്ട്. ഹെൽപ്പേഴ്സ് ഇല്ലാത്ത ഒരവസ്ഥ വല്ലാതെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഹെൽപ്പേഴ്സ് ഇല്ലാതിരിക്കുന്ന ആ ഒരവസ്ഥ, സ്വന്തമായിട്ട് ഹെൽപ്പേഴ്സ് ഇല്ലാത്ത ഒരവസ്ഥ, സഹായിക്കാൻ കുറേ ആളുകൾ ഇല്ലാത്ത ഒരവസ്ഥ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നോട്ട് ഹാവിങ് ഹെൽപ്പേഴ്സ് വുഡ് ബി ഡിഫിക്കൽട്ട്. ഇവിടെ ഹാവിങ്ങിന് മുൻപ് നോട്ട് വെച്ചു, അപ്പോൾ അതൊരു നെഗറ്റീവ് സെൻറ്റൻസായി. ഇപ്പോൾ ബീയിങ് ആൻഡ് ഹാവിങ് എങ്ങനെയാണ് അതിൻ്റെ ഒരു മീനിങ് ഡിഫറൻസ് വരുന്നത്? അതൊരു ജെറൻഡായിട്ട് ഉപയോഗിക്കുമ്പോൾ ബീയിങ് ജെറൻഡായിട്ട് ഉപയോഗിക്കാം, ഹാവിങ് ജെറൻഡായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇത് രണ്ടും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ്ങിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. ബീയിങ് ഫ്രണ്ട്ലി ഈസ് എ ഗുഡ് തിങ്. ബീയിങ് ഫ്രണ്ട്ലി, ഫ്രണ്ട്ലി ആയിരിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. ഹാവിങ് ടു മെനി ഫ്രണ്ട്സ് ഈസ് നോട്ട് ഗുഡ്. ഹാവിങ് ടു മെനി ഫ്രണ്ട്സ്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുക എന്നൊരവസ്ഥ, അത് നല്ലതല്ല.